ഇതിന് തൊട്ടു മുമ്പിലെ ജന്മം ചീനയിൽ മാവിലായി എന്ന ഗ്രാമത്തിലെ മുഖ്യ എലിപിടുത്തക്കാരനായിട്ടായിരുന്നു. ജനനത്തീയതി കൈമോശം വന്നു. ഇത്തവണ ഉരുളികുന്നത്ത് 1945 ജൂൺ 5 മലയാളിയായി ജനിച്ചു. മലയാളിയെങ്കിൽ മലയാളി, വേറെ എന്ത് ചെയ്യാൻ. ദ്വാപര യുഗത്തിൽ എലിക്കുളം കുരിക്കൂട് കവലയിലുള്ള ശ്രീ ദയാനന്ദ പ്രൈമറി സ്കൂളിൽ പഠിച്ചു. എൻ്റെ ആത്മമിത്രം ശ്രീരാമൻ ഇപ്പോൾ എവിടെയോ എന്തോ പട്ടാളത്തിൽ ചേർന്നുവെന്നാരോ പറഞ്ഞു. അവിടുന്ന് വിളക്കുമാട് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി. അവിടെയാണ് യേശു, മാർക്സ് എന്ന 2 പിള്ളേരുമായി കൂട്ടായത്. NCC അണ്ടർ ഓഫീസറായപ്പോൾ യേശു എന്നെ ഭീകരമായി ചാടിച്ചു. ദുഷ്ടൻ. മാർക്സ് ആണ് പ്രേമലേഖനം എഴുതാൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോഴേക്കും കലികാലമായി. അക്കാലത്താണ് പാലാ സെൻറ്റ് തോമസ് കോളേജിൽ ശ്രീകൃഷ്ണൻ എന്നൊരു പയ്യനുമായി പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചത്. ഞാൻ ജയിച്ചു. ശ്രീകൃഷ്ണനെ പേപ്പർ നോക്കിയ കപ്പിയാർ തോൽപ്പിച്ചു. കൊല്ലം 1961. ത്രേതായുഗത്തിൽ ഞാൻ മൈസൂറിന് വണ്ടി കയറി സെയിൻറ്റ് ഫിലോമിനാസ് കോളേജിൽ ബിരുദ പഠനം തുടങ്ങി. അവിടെ വെച്ചാണ് മഗ്ദലന മറിയത്തെ പരിചയപ്പെടുന്നതും എനിക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടാകുന്നതും. ഞങ്ങളുടെ പ്രണയം ഒരു ദിവസമേ നീണ്ടു നിന്നുള്ളൂ. പിറ്റേന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ കഥ എഴുതി. ഇന്ദിരാഗാന്ധി രഹസ്യദൂതനിലൂടെ നൽകിയ സന്ദേശമനുസരിച്ച് ഞാൻ കോയമ്പത്തൂർ ജോലി രാജിവെച്ച് ഡൽഹിക്ക് പോയി. എന്നെ നേരിൽ കണ്ടതോടെ ഞാൻ സഞ്ജയ് ഗാന്ധിയെപ്പോലെ ഇരിക്കുന്നു എന്ന് അട്ടഹസിച്ചുകൊണ്ട് ഇന്ദിര കുപിതയാകുകയും എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന രഹസ്യ പോലീസ് മേധാവിയുടെ ജോലി നിഷേധിക്കുകയും ചെയ്തു. വഴിയാധാരമായ എന്നെ VK മാധവൻകുട്ടിയും OV വിജയനും ചേർന്ന് രക്ഷിച്ചു. അങ്ങനെ ഞാൻ ഡൽഹിയിലെ പല ആഫീസുകളിലും 20 വർഷത്തോളം ജോലി ചെയ്തു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ധീരുഭായ് അംബാനി, ഛത്രപതി ശിവജി, അടൽ ബിഹാരി വാജ്പേയി, ദാവൂദ് ഇബ്രാഹിം തുടങ്ങിയവരുമായി വെടി പറഞ്ഞിരുന്ന ദിവസങ്ങൾ ഇന്നലെ എന്നതുപോലെ തോന്നുന്നു. അദ്വാനിയും ഫെർണാണ്ടസും വന്ന് വള്ളിനിക്കറിടുന്നതേ ഉള്ളൂ. കൃതായുഗം വന്നെത്തിയതോടെ ഞാൻ ഡൽഹി വിട്ടു. ബൈബിൾ പരമ്പരയ്ക്ക് തിരക്കഥ എഴുതി തുടങ്ങിയെങ്കിലും ഹൗവ ആദ്യത്തെ ലൈംഗിക തൊഴിലാളിയല്ല, കാബരെ ആർട്ടിസ്റ്റാണ് എന്നെഴുതിയതിന് യഹോവ എന്നെ പിരിച്ചുവിട്ടു. അതിനുശേഷമാണ് മാവോ സേതുങ്ങുമായി കൂടിയാലോചിച്ച് മലയാളം ചാനൽ തുടങ്ങിയതും ചൈന ഇന്ത്യയെ ആക്രമിച്ചതും ഞാൻ നക്സലൈറ്റായതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒളിച്ചു താമസിച്ചതും പരമ്പരാഗത കലകളിൽ പ്രാവീണ്യം നേടിയതും സാംസ്കാരിക നായകനായതും. താങ്ക് യു.